മമ്മൂക്ക കാൻ സ്റ്റോപ്പ് പ്രൈസിങ് യു. കാരണം ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മമ്മൂക്ക. പിന്നെ പെർഫോമൻസ് നടിപ്പ്. ബ്രഹ്മയുഗം കണ്ട സമയത്ത് പറഞ്ഞല്ലോ, ക്യാരക്ടറായി മാറിയിട്ട് മമ്മൂക്ക് ഒരു അംശം പോലീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മുൻകാല മമ്മൂക്ക ചിത്രങ്ങളിലെ ഒരു കഥാപാത്രമായിട്ടും നിങ്ങൾക്ക് സമയം തോന്നില്ല. ഇത് മമ്മൂക്കയുടെ ആക്ടിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മമ്മൂക്കയെ കാണിക്കുന്ന സമയത്ത് വളരെ വളരെ നാഗർകോയിലുള്ള ഒരു സാധാരണക്കാരായിട്ടുള്ള ആള് ഇൻട്രോ ഒരു സ്ത്രീയെ കൊല്ലുമ്പോഴും അങ്ങനെ കൊണ്ട് കില്ലിനെ കൈയടിപ്പിച്ചതെന്ന് ഒന്ന് മമ്മൂക്കയാണ് കില്ല് ചെയ്യുന്നത്. രണ്ട് കഥാപാത്രത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ടപ്പ്, അദ്ദേഹം ആ കഥാപാത്രമായി മാറിയിട്ട് അദ്ദേഹത്തിന്റെ ആക്ടിങ്ങിനാണ് കഴിയുന്നത്. അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന രീതി, സിഗരറ്റ് യൂസ് ചെയ്ത പ്രോപ്പർട്ടി യൂസ് ചെയ്ത രീതി, പല സംഭവം സിഗരറ്റ് ചവയ്ക്കുന്നത്, കൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഭാവമാറ്റം ഭയങ്കര സാധനം. അത് പുള്ളി അത് ചെയ്ത് വെച്ചാൽ കഴിയില്ല. അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന മോഡുലേഷൻ, സൗണ്ട് മോഡുലേഷൻ, സബ്ടൈറ്റിൽ ട്രാൻസ്ഫോർമേഷൻ, മേക്കപ്പിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓവർ അപ്പിയറൻസ് ഉള്ള ഒരു സാധനം. മമ്മൂക്ക അവിടെ താരമില്ല, വിനായകനില്ല. അവിടെ ആ സിനിമയുടെ വിജയം. മമ്മൂക്ക അവിടെ താരമില്ല, അതാണ് അബ്സല്യൂട്ട് 1% പോലും മമ്മൂക്ക അവിടെ താരമില്ലാത്ത സിനിമ. The performance was absolutely പൊളി, especially മമ്മൂക്ക. Oh man, ഈ ചില സാധനം അതൊക്കെ ഭയമായിക്കോട്ട്, ലെറ്റ് ബി ലവ്, ലെറ്റ് ബി ദ വെനമസ്, അതെ ചെറിയ രീതിയിൽ പാമ്പൊക്കെ കാണിക്കുന്ന നാക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്. എൻ്റെ മോനെ അതൊക്കെ ഞാൻ പറയാം, മൈന്യൂട്ട് ഓഫ് ദ മൈന്യൂട്ട് സാധനങ്ങളാണ്. മമ്മൂക്കാരെ അഴിഞ്ഞാട്ടമാണ് ഈ സിനിമ. ഇന്ന് വരെ മമ്മൂക്കയുടെ ആസുര വില്ലൻ ഭാവങ്ങൾ എന്ന് പറയുന്നത് ഒന്നിനാണ് അഴിഞ്ഞാടം വിടുമായിരുന്നു എന്ന് പറയുന്നതിന്റെ അടുത്ത ലെവൽ പരിപാടി നമുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സാധനം ആ മനുഷ്യൻ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ, എണ്ണി പെറുക്കി പറയാൻ തോന്നുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് അങ്ങനെ കൊടുത്ത് അങ്ങനെ കണ്ണുന്നൊക്കെ. അത്രയും ഞാൻ എക്സൈറ്റഡ് ആണ് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ. ഒരിക്കൽ കൂടി കാണണമല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നല്ലേ, ഓ അപ്പോൾ അത് ഇങ്ങനെ ചെയ്താണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ, അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊക്കെ പാകത്തിന് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ അനുഭവമാണ് എന്നെ സംബന്ധിച്ച്. കളങ്കാവൽ ഇന്ത്യൻസ് ആക്കുന്ന ഒരു സംഭവം കൂടെ മമ്മൂട്ടി ഇവിടെ ചെയ്യുന്നുണ്ട്. ചിരിയിൽ തുടങ്ങി അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന നോട്ടങ്ങളൊക്കെ അനായാസേന ഗംഭീരമായി മമ്മൂട്ടി സ്ക്രീനിൽ കൊണ്ടുവരുന്നു. പ്രതിനായക കഥാപാത്രത്തെ സൂക്ഷ്മ പ്രകടനം കൊണ്ട് അടയാളപ്പെടുന്നുണ്ട്. മമ്മൂട്ടി ഒരു മമ്മൂട്ടിയെ കൂടെ സമ്മാനിക്കുന്നുണ്ടെന്ന് ചുരുക്കി പറയാം. എന്നെ കാണാൻ വീണ്ടും തിയേറ്ററിലേക്ക് വിളിക്കുന്ന ഒരു മാജിക്.